കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാർ ചേരുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. നിലവിൽ 2 പേരുണ്ടെന്നാണ് എം.എൽ.എ. മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തൊക്കെ വിവരങ്ങളാണ് അവിടുന്ന് തരാൻ സാധിക്കുന്നത്? രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. 2 പേരാണ് ഇപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. 3 മണിക്കോടുകൂടിയായിരുന്നു അപകടം ഉണ്ടായിട്ടുള്ളത്. പാറയുടെ അടിഭാഗമാണ്. അപ്പൊ അവിടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുകളിൽ നിന്നും വലിയ പാറ ഹിറ്റാച്ചിയുടെ മണ്ടയിലേക്ക് വീണിട്ടുള്ളത്. അപ്പോൾ ഇനിയും അവിടേക്ക് എത്താൻ പ്രയാസമുണ്ട്. ഒന്ന്, അതോടൊപ്പം തന്നെ പാറയുടെ മുകൾ ഭാഗത്ത് ഇനിയും ഇതേപോലെ അടർന്നിരിക്കുന്ന പാറകളുമുണ്ട്. അപ്പൊ അതാണ് സാഹചര്യം. ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. എന്നിരുന്നാലും NDRF ജില്ലാ കളക്ടർ അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. NDRFന്റെ ടീം അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കോന്നിയിലെയും പത്തനംതിട്ടയിലെയും ഫയർഫോഴ്സ് ടീമും പോലീസ് ടീമും എല്ലാം ഉണ്ട്. അപ്പോ കൂടുതൽ ഫോഴ്സ് അവിടെയൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് ട്രെയിൻ ഉൾപ്പെടെയുള്ള യന്ത്രോപകരണങ്ങൾ കൂടി എത്തിച്ച് രക്ഷാദൗത്യം നടത്താൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ എങ്ങനെ പുറത്തെത്തിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പഞ്ചായത്ത് അംഗം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ടായി. ഈ 2 പേർക്ക് പുറമെ ഒരാൾ കൂടി കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അല്ല, അവിടെ ഇതിന്റെ നടത്തിപ്പുകാരുമായും പോലീസും മറ്റാളുകളുമായി എല്ലാം സംസാരിച്ചിരുന്നു. ഇപ്പോ ഒരു ബീഹാർ സ്വദേശി ഒരു ഓപ്പറേറ്ററും അതോടൊപ്പം തന്നെ ഒഡീഷ സ്വദേശിയായിട്ടുള്ള ഒരു ഹെൽപ്പറും ഉണ്ട് എന്നത് അവർ നൽകുന്ന പ്രാഥമികമായ വിവരം മാത്രമാണ്. അപ്പം കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നത് അന്വേഷിച്ചെങ്കിൽ മാത്രമേ വ്യക്തമാകാൻ കഴിയൂ. എന്തായാലും ആ പാറമടയുടെ ആളുകൾ കൊടുത്ത വിവരം അനുസരിച്ച് മാത്രമേ ഇവർക്ക് വിവരമുള്ളൂ. ഇവരെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ 2 പേരും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് അവർ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളെല്ലാം വരുന്നത്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ വേണ്ടി കഴിയൂ.